നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറന്റ് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നതിൽ 2023 ജൂൺ മാസത്തെ കറന്റ് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ പോയിന്റ് ഇതാണ്. നീരജ് ചോപ്ര നമുക്ക് പരിചയമുള്ള ആളാണ്. കാരണം ജാവലിനിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിത്തന്ന താരമാണ് നീരജ് ചോപ്ര. വേൾഡ് ജാവലിൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടി നീരജ് ചോപ്ര. വേൾഡ് ജാവലിൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അപ്പൊ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണ്. വേൾഡ് ജാവലിൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. നീരജ് ചോപ്ര നമുക്കറിയാം 2021 നടന്ന ഒളിമ്പിക്സ്. ശ്രദ്ധിക്കണം, 2020 ടോക്കിയോ ഒളിമ്പിക്സ് 2021 നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം 2020 കൊറോണ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോ ടോക്കിയോ ജപ്പാനിൽ വെച്ചാണ് നടക്കുന്നത്. ആ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു സ്വർണമായിരുന്നു ലഭിച്ചിരുന്നത്. ഒരു സ്വർണം കൊണ്ടുവന്നത് നീരജ് ചോപ്രയായിരുന്നു. നീരജ് ചോപ്ര ഒരു സ്വർണം കൊണ്ടുവന്നത് ജാവലിനിലായിരുന്നു. ജാവലിനിൽ അന്ന് നീരജ് ചോപ്ര എത്ര മീറ്റർ ദൂരം എറിഞ്ഞിരുന്നു? 87.58 മീറ്റർ ദൂരമായിരുന്നു എറിഞ്ഞിരുന്നത്. 87.58 മീറ്റർ ദൂരമായിരുന്നു 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എറിഞ്ഞിരുന്നത്. എന്നാൽ 2022 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. 2022 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. നമ്മുടെ അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. അന്ന് ആ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഒരു മെഡലാണ് കിട്ടിയത്. ഒരു മെഡല് ആകെ കിട്ടി. അത് സിൽവർ ആയിരുന്നു. സിൽവർ മെഡലാ കിട്ടിയത്. സിൽവർ. ആ സിൽവർ മെഡൽ കൊണ്ടുവന്നതും നീരജ് ചോപ്ര തന്നെയായിരുന്നു. അന്നും നീരജ് ചോപ്ര തന്നെയാണ് മെഡൽ കൊണ്ടുവന്നത്. അന്ന് നീരജ് ചോപ്ര എത്ര മീറ്റർ ദൂരം എറിഞ്ഞു? 88.13 മീറ്റർ ദൂരമായിരുന്നു അന്ന് നീരജ് ചോപ്ര എറിഞ്ഞിരുന്നത്. ഓക്കെ. ഇനി 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. അന്ന് നമ്മുടെ ഹംഗറിയിൽ വെച്ചാണ് നടക്കുന്നത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അന്ന് ഇന്ത്യക്ക് ഒരു മെഡലാണ് ലഭിച്ചത്. ആ ഒരു മെഡൽ എന്ന് പറയുന്നത് അത് ഗോൾഡ് ആയിരുന്നു. സ്വർണ്ണ മെഡലായിരുന്നു ലഭിച്ചത്. അന്ന് നീരജ് ചോപ്രയാണ് ആ ഒരു മെഡൽ കൊണ്ടുവന്നത് ജാവലിനിൽ. അന്ന് നീരജ് ചോപ്ര 88.17 മീറ്റർ ദൂരം എറിഞ്ഞു. ഓക്കെ. അപ്പൊ നീരജ് ചോപ്രയുടെ ഈ 3 പ്രകടനങ്ങൾ ഇവിടെ നിങ്ങൾ ഓർത്തോണം. എന്തൊക്കെയാണ് പറഞ്ഞത്? 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടി. ആകെ മൊത്തം 7 മെഡൽ കിട്ടിയായിരുന്നു കേട്ടോ. 7 മെഡൽ കിട്ടി. അതിനകത്ത് ഒരു സ്വർണം, 2 വെള്ളി, 4 വെങ്കലം, അങ്ങനെ ആയിരുന്നു. ഒരു സ്വർണം കൊണ്ടുവന്നത് നീരജ് ചോപ്രയായിരുന്നു. ജാവലിനിലായിരുന്നു. അന്ന് നീരജ് ചോപ്ര 87.58 മീറ്റർ ദൂരം എറിഞ്ഞു. 7 മെഡലിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കേട്ടോ. 2022 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. അന്ന് ഇന്ത്യക്ക് ആകെ ഒരു മെഡലേ കിട്ടിയുള്ളൂ. കിട്ടിയത്. അത് സിൽവർ ആയിരുന്നു. നീരജ് ചോപ്രയാണ് നേടിയത്. അത് 88.13 മീറ്റർ ദൂരം എറിഞ്ഞിട്ടാണ് നേടിയത്. 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. ഇന്ത്യക്ക് ഒരു മെഡലാണ് കിട്ടിയത്. അത് സ്വർണമായിരുന്നു. 88.17 മീറ്റർ ദൂരം അന്ന് നീരജ് ചോപ്ര എറിഞ്ഞു. നീരജ് ചോപ്രയുടെ കാര്യം അവിടെ നിങ്ങൾ ഓർക്കുക. ഇനി ഓഗസ്റ്റ് 7 എന്നൊരു ദിനവും കൂടി നിങ്ങൾ ഓർക്കണം. ഓഗസ്റ്റ് 7 അന്നാണ് ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 7 അങ്ങനെ ആചരിക്കാനുള്ള കാരണം ഈ ഓഗസ്റ്റ് 7 2021 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ആയിരുന്നു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ജാവലിനിൽ സ്വർണം ലഭിക്കുന്നത്. സോ ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഓഗസ്റ്റ് 7 ഓൾറെഡി ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എന്നുള്ള എക്സ്ട്രാ പോയിന്റ് കൂടെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഫുട്ബോൾ താരമാണ് പി കെ ബാനർജി.
അദ്ദേഹത്തിന്റെ ജന്മദിനം ഇനി മുതൽ എന്തായി ആചരിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കാം: എന്നാണ് ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കുന്നത്? ജൂൺ 23. ജൂൺ 23 ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? PK ബാനർജി, പ്രദീപ് കുമാർ ബാനർജി. അടുത്തൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്കറിയാം 1926 ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നതൊക്കെ നമ്മൾ GK ഫാക്ടുകളിൽ പഠിക്കാറുണ്ട്. UPSCയുടെ പുതിയ ചെയർമാന്റെ പേരാണ് മനോജ് സോണി. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. UPSCയുടെ ചെയർമാന്റെ പേരാണ് മനോജ് സോണി. മനോജ് സോണി ചോദിക്കാൻ നല്ല ചോദ്യമാണ്. ഇനി ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2023. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2023 ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ടൈം ഷെൽട്ടർ, കൃതിയുടെ പേര് ടൈം ഷെൽട്ടർ എന്നാണ്. ടൈം ഷെൽട്ടർ എന്നാണ് കൃതിയുടെ പേര്. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2023 നേടിയത് ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ്. അത് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോർജി ഗോസ്പോഡിനോവ് എന്നാണ് പേര്. പേര് ചില നീളം കൂടിപ്പോയോ, ശ്രദ്ധിച്ചു പഠിക്കൂ. ജോർജി എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പേരില്ലേ, ജോർജി. ബാക്കി ശ്രദ്ധിച്ചേ. ഗോസ്, GOS ഗോസ്, GO എഴുതി ഗോസ്, PO ഗോസ്പോഡി അല്ലെ, പോടാ ഓടി അങ്ങനെയൊക്കെ വിളിക്കുന്നില്ലേ, പോടി നോ അങ്ങനൊന്നും വിളിക്കാൻ പാടില്ല. നോ, ഗോസ്പോഡിനോവ് എളുപ്പമല്ലേ അങ്ങനെ പറയാം. ഗോസ്പോഡിനോവ് ജോർജി ഗോസ്പോഡിനോവ്, കൃതി ടൈം ഷെൽട്ടർ. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2023. അത് ക്ലിയർ ആയി. അടുത്ത പോയിന്റ്, ആദ്യമായിട്ട് ഒരു അറബ് വനിത ബഹിരാകാശത്തെത്തി. അപ്പൊ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിതയുടെ പേരെന്ത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിതയുടെ പേരെന്ത്? പേരാണ് അൽ ബർനാവി എന്നാണ് പേര്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിതയുടെ പേരെന്ത്? അറബ് വനിതയുടെ പേരാണ് എന്ത്? അൽ ബർനാവി എന്ന് പഠിക്കണം. അൽ ബർനാവി മറക്കാൻ പാടില്ല, ചോദ്യം വരുവേ കേട്ടോ. അൽ ബർനാവി. ഇനി അടുത്തത് CBIയുടെ പൂർണ്ണ രൂപം നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി മമ്മൂട്ടിയും ജഗതിയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അവിടെ ബ്യൂറോയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം കേട്ടോ. BUREAU അങ്ങനെയാണ് സ്പെല്ലിംഗ്. BUAU കൊണ്ട് നടുക്കരുത് കേട്ടോ. ബ്യൂറോ BUREAU. അപ്പൊ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറുടെ പേരെന്ത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറുടെ പേര് പ്രവീൺ സൂദ്. പഠിച്ചു വെച്ചോളൂ. പ്രവീൺ സൂദ് കേട്ടോ. പ്രവീൺ സൂദ്. CBI എന്ന് പറഞ്ഞാല് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. ഇനി അടുത്തത് ട്വിറ്ററിന്റെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. ഒരു സോഷ്യൽ മീഡിയ ആണ് ട്വിറ്റർ. ഈ ട്വിറ്ററിന്റെ CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാ കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ട്വിറ്ററിന്റെ CEO ആയിട്ട് നിയമിച്ചത് ആരെയായിരുന്നു? പേര് പറഞ്ഞു തരട്ടെ. ലിൻഡ യാക്കരിനോ എന്നാണ് പേര്. പേര് നല്ല പേരാണ്, ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. ലിൻഡ, ഇവിടെ ലിൻഡ എന്നുണ്ട് കണ്ടോ. യാക്കരിനോ ലിൻഡ യാക്കരിനോ എന്നാണ് പേര്. ലിൻഡ ആക്കരിനോ അല്ല, യാക്കരിനോ. ലിൻഡ യാക്കരിനോ പഠിക്കൂ. ലിൻഡ യാക്കരിനോ. ട്വിറ്റർ ലിൻഡ യാക്കരിനോ. ഇനി മലപ്പുറം ജില്ലയില് താനൂർ ബോട്ടപകടം നടന്നത് നമ്മൾ അറിഞ്ഞതാണ് അല്ലെ. മലപ്പുറം ജില്ലയിലാണ് താനൂർ ബോട്ടപകടം നടന്നത് അല്ലെ. കുറെ ആൾക്കാർ മരിച്ചു. ഓക്കെ. അപ്പൊ ആ താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ഒരു കമ്മീഷനെ ഏർപ്പെടുത്തി. മലപ്പുറത്ത് നടന്ന താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഏർപ്പെടുത്തിയ കമ്മീഷൻ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ബോട്ടപകടവും നടന്നു, താനൂർ ബോട്ടപകടമാണ്, മലപ്പുറത്താണ് എന്നൊക്കെ അറിയാം. കമ്മീഷന്റെ പേരൂടെ അറിയാതെ പോരുത്. VK മോഹൻ കമ്മീഷൻ.
VK മോഹൻ കമ്മീഷൻ. മലപ്പുറത്ത് താനൂർ ബോട്ടപകടം അന്വേഷിക്കുന്നതിനായി നിയമിച്ച കമ്മീഷന്റെ തലവന്റെ പേരാണ് VK മോഹൻ കമ്മീഷൻ. ഓർത്തു വെക്കുക, VK മോഹൻ കമ്മീഷൻ. ഇനി രണ്ട് രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതി നൽകി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ഭാരതരത്നയാണ്. അതുപോലെ പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യവും ഫിജി എന്ന് പറയുന്ന രാജ്യവും കൂടെ അവരുടെ പരമോന്നത ബഹുമതി ആർക്ക് നൽകി? നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് നൽകി, ആദരിച്ചു എന്നുള്ളത് ഓർത്തോണം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എങ്ങനെയാ? നരേന്ദ്രമോദിക്ക് ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ലഭിച്ചത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അവിടെ ഓർത്തോണം, പാപ്പുവ ന്യൂഗിനിയ, ഫിജി എന്നീ രാജ്യങ്ങളുടെ. ഇനി അടുത്തത്, ടീന ടർണർ എന്ന് പറയുന്ന സംഗീതജ്ഞ അന്തരിച്ചു. ടീന ടർണർ എന്ന് പറയുന്ന സംഗീതജ്ഞ അന്തരിച്ചു. അത് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റോക്ക് ആൻഡ് റോൾ രാജ്ഞി. റോക്ക് ആൻഡ് റോൾ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന ടീന ടർണർ അന്തരിച്ചു. പോയിന്റ് ഓർത്തു. റോക്ക് ആൻഡ് റോൾ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന ടീന ടർണർ അന്തരിച്ചു കേട്ടോ. ടീന ടർണർ അന്തരിച്ചു. ഇനി അടുത്തത് UPU എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നാണ് പൂർണ്ണരൂപം. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. അതെ, അപ്പൊ ഈ UPU എന്ന് പറയുന്ന സംഘടനയുടെ ആസ്ഥാന ബേൺ ആണ്. ബേൺ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ബേൺ, സ്വിറ്റ്സർലൻഡ് ആണ്. ഈ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഒരു മേഖലാ ഓഫീസ് ഇന്ത്യയിൽ തുടങ്ങുകയാണ്. അപ്പൊ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ മേഖലാ ഓഫീസ് തുടങ്ങുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അത് വരികയാണ്, ഡൽഹിയിലാണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ മേഖലാ ഓഫീസ് നിലവിൽ വരുന്നത് എവിടെ? ഡൽഹിയിലാണ്. എന്നാൽ ഓർത്തോണം, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ബേൺ, സ്വിറ്റ്സർലൻഡ്. അങ്ങനെ ആ ഒരു പോയിന്റ് കൂടെ അവിടെ നിങ്ങൾ ക്ലിയർ ആയി അല്ലെ? ഇനി അടുത്തത് GDP എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാല് ഗ്രോസ് എന്ന വാക്കിന്റെ അർത്ഥം മൊത്തം. ഡൊമസ്റ്റിക് എന്ന വാക്ക് ആഭ്യന്തര എന്ന തരത്തിൽ ഉപയോഗിക്കാം. ആഭ്യന്തര. അപ്പൊ ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്ത, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഉൽപ്പന്നം. അപ്പൊ നമുക്ക് ഇതിനെ പൂർണ്ണരൂപത്തിൽ എങ്ങനെ പറയാം? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെ? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. 2022-2023 വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്ര ശതമാനം? 7.2%. ഓർത്തിരിക്കുക, 7.2%. ഒരു സ്ഥലത്തിന്റെ പേര് മാറി. ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ്. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്തിന്റെ പേരായിരുന്നു അഹമ്മദ് നഗർ എന്നായിരുന്നു പേര്. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അഹമ്മദ് നഗർ. അഹമ്മദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തിന് പേര് മാറ്റിയിട്ട് എന്ത് കൊടുത്തു? അഹല്യാനഗർ എന്ന പേര് നൽകി. അഹല്യാനഗർ. മനസ്സിലായോ? മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഇനി മുതൽ എങ്ങനെ അറിയപ്പെടും? അഹല്യാനഗർ എന്നറിയപ്പെടും. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഇനി മുതൽ എങ്ങനെ അറിയപ്പെടും? അഹല്യാനഗർ എന്നറിയപ്പെടും എന്ന പോയിന്റ് ഇവിടെ നിങ്ങൾ ഓർത്തോണം. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഇനി മുതൽ അറിയപ്പെടുന്നത് അഹല്യാനഗർ എന്നാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. കോട്ടയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അല്ലെ? കോട്ടയം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം അല്ലെ? മീനച്ചിലാറിന്റെ പട്ടണമായ കോട്ടയം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ലയായ കോട്ടയത്തെ കുറിച്ചുള്ള നമ്മുടെ അടുത്ത പോയിന്റ് എന്താന്ന് ചോദിച്ചാല് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏത്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ് കേട്ടോ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏത്? കോട്ടയം കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏത്? കോട്ടയം കളക്ടറേറ്റ്. അപ്പൊ അതും അവിടെ ക്ലിയർ ആയി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അടുത്തത് സി ദിവാകരൻ മുൻ മന്ത്രിയാണ്. കേരളത്തിന്റെ മുൻ മന്ത്രിയാണ് സി ദിവാകരൻ. അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. അതിന്റെ പേരാണ് കനൽ വഴികളിലൂടെ. പരീക്ഷയ്ക്ക് ചോദ്യം വരാം.
അപ്പൊ കനൽ വഴികളിലൂടെ എന്ന ആത്മകഥ താഴെ തന്നിരിക്കുന്നവയിൽ ആരുടേതാണ്, അല്ലെങ്കിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ആരുടേതാണ്? സി ദിവാകരൻ. പഠിച്ചു വെച്ചോണം. കനൽ വഴികളിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? സി ദിവാകരൻ. സി ദിവാകരൻ പഠിച്ചോളൂ. കനൽ വഴികളിലൂടെ, കനൽ വഴികളിലൂടെ സി ദിവാകരന്റെ ആത്മകഥയുടെ പേരാണ്. ഇനി അടുത്തത് കെ ഫോൺ. കെ ഫോൺ എന്ന് പറഞ്ഞാല് കെ ഫോൺ അല്ലെ, കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, അതാണ് കെ ഫോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണരൂപം. ഫൈബർ ഒപ്റ്റിക്സ്, കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഇതൊക്കെ നമ്മൾ കുറെ നാളായിട്ട് കാണുന്നതാണ് അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ ഇന്റർനെറ്റ് പദ്ധതി വരികയാണ്. ഇന്റർനെറ്റ് എന്താണ്, എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ജനങ്ങളിലേക്കും ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഒരു പദ്ധതിയുടെ പേരാണ് കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി അല്ലെ. ഈ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചാല് 2023 ജൂൺ മാസം 15 കെ ഫോൺ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 15-നാണ്. ജൂൺ 15-നാണ്. ഇനി അടുത്തത് വീണ്ടും ഒരു ദുരന്തം. ഓൾറെഡി താനൂർ ബോട്ട് അപകടം ഒരു ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ അന്വേഷണ കമ്മീഷൻ VK മോഹൻ കമ്മീഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. വീണ്ടും ഒരു ദുരന്തം നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബാലസോർ ദുരന്തം. നമുക്കറിയാം ഒഡീഷയിൽ വെച്ച് നടന്ന ഒരു അപകടമാണ് ബാലസോർ ദുരന്തം എന്നുള്ളത് നമുക്കറിയാം. ഒഡീഷയിൽ വെച്ച് നടന്ന ഒരു ദുരന്തമാണ്. ഒഡീഷയിലെ 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. 3 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുള്ളതാണ് ബാലസോർ അപകടം എന്ന് പറയുന്നത്. ഏകദേശം 296 ആൾക്കാരോളം മരിച്ച ഒരു സംഭവമായിരുന്നു. ഈ ബാലസോർ അപകടം നടന്നത് 2023 ജൂൺ 2-നാണ്. 2023 ജൂൺ മാസം 2-നാണ് ബാലസോർ അപകടം സംഭവിക്കുന്നത്. ബാലസോർ അപകടം സംഭവിക്കുന്നത് ട്രെയിൻ ദുരന്തമാണ്, ഒഡീഷയിലാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി ഏതൊക്കെ ട്രെയിനുകളാണ്? ബംഗളൂർ ഹൗറ എക്സ്പ്രസ്. ബാംഗ്ലൂരു ഹൗറ എക്സ്പ്രസ്, ബാംഗ്ലൂരിന്റെ ഇപ്പോഴത്തെ പേര് ബംഗളൂരു എന്നാണ്. ബംഗളൂരു ഹൗറ എക്സ്പ്രസും കോറമാണ്ടൽ എക്സ്പ്രസും ചരക്ക് തീവണ്ടിയും കൂടാണ് കൂട്ടിയിടിച്ചത്. ബംഗളൂരു ഹൗറ എക്സ്പ്രസും കോറമാണ്ടൽ എക്സ്പ്രസും ചരക്ക് തീവണ്ടിയും കൂടാണ് കൂട്ടിയിടിച്ചത്. അങ്ങനെയാണ് ആ അപകടം അവിടെ സംഭവിച്ചത്. അപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും മനസ്സിലായി. അടുത്ത ഒരു ഭാഗത്തേക്ക് വരാം. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ട് ജൂൺ 5 പരിസ്ഥിതി ദിനം അല്ലെ. പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് ജൂൺ 5. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് പ്രമേയമാണ് BPP എന്ന് ഓർത്തു. ജസ്റ്റ് BPP എന്ന് ഓർത്തു. BPP എന്ന് ഓർക്കൂ. BPP ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓർത്തു വെച്ചോ. BPP ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഏത് രാജ്യമാണ് 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ആണ്. ഓർത്തു വെക്കുക. ഐവറി കോസ്റ്റ് എന്നുള്ളത് കൂടെ നിങ്ങൾ അവിടെ ഓർക്കണം. ഐവറി കോസ്റ്റും BPPയും. ഐവറി കോസ്റ്റ് ആതിഥേയത്വം വഹിക്കുന്നു. മോട്ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ദിവസത്തെ ഈ മോട്ടോ ആപ്തവാക്യം എന്ന് പറയുന്നത് ബീറ്റ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ. ഇനി അടുത്തത് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, അതൊക്കെ വേറെ ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്ന സ്ഥലമാണ് കരിക്കകം എന്നുള്ളത് പഠിച്ചോണം. കരിക്കകം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് കരിക്കകം തിരുവനന്തപുരമാണ്. ഇനി ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഫിഫ വേൾഡ് കപ്പ് കേട്ടോ. ഫിഫയുടെ വേൾഡ് കപ്പ് നമുക്കറിയാം. അർജന്റീന കപ്പടിച്ചു. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു. അണ്ടർ 20 വേൾഡ് കപ്പാണ്. 20 വയസ്സിൽ താഴെയുള്ളവരുടെ ഫിഫ വേൾഡ് കപ്പ്. അപ്പൊ അണ്ടർ 20 ഫിഫ വേൾഡ് കപ്പ് 2023. അണ്ടർ 20 ഫിഫ വേൾഡ് കപ്പ് 2023 എവിടെ വെച്ചായിരുന്നു വേദി? അർജന്റീനയായിരുന്നു വേദിയായിരുന്നത്. അണ്ടർ 20 ഫിഫ വേൾഡ് കപ്പ് 2023 വേദി എന്ന് പറയുന്നത് അർജന്റീനയാണ്. രണ്ട് കാര്യങ്ങൾ ഓർത്തോ. ജേതാക്കളായത് ഉറുഗ്വേ ആണെങ്കിൽ റണ്ണറപ്പ് ആയത് ഇറ്റലിയാണ്. റണ്ണറപ്പ് ആയത് ഇറ്റലിയാണ്. അപ്പൊ ഫിഫ അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പ് 2023 വേദി അർജന്റീന, ജേതാക്കൾ ഉറുഗ്വേ, റണ്ണറപ്പ് ഇറ്റലി. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തോണം. അണ്ടർ 20 വേൾഡ് കപ്പാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു. അണ്ടർ 20 ഫിഫ വേൾഡ് കപ്പ്. ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് എന്ന് എഴുതരുത്. അണ്ടർ 20 ഫിഫ വേൾഡ് കപ്പ് എന്ന് എഴുതിയാൽ അതിന് നമുക്കൊരു ഇച്ചിരി വ്യക്തതയാവും. ഇനി അടുത്തത്
ഇനി അടുത്തത് ജൻജാതീയ ഖേൽ മഹോത്സവ്. ആദ്യമായിട്ട് പ്രഥമ ഒരു ഉത്സവമായിരുന്നു, ഒരു കായിക മാമാങ്കമായിരുന്നു, ഒരു കായിക മാമാങ്ക വേളയായിരുന്നു. ജൻജാതീയ ഖേൽ മഹോത്സവ്, ജൻജാതീയ ഖേൽ മഹോത്സവ്. അപ്പൊ ഈ പ്രഥമ ജൻജാതീയ ഖേൽ മഹോത്സവം നടന്നത് 2023 കേട്ടോ. പ്രഥമ ജൻജാതീയ ഖേൽ മഹോത്സവം നടക്കുന്നത് 2023. എന്താണത്? ഗോത്രവർഗക്കാരുടെ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ജൻജാതീയ ഖേൽ മഹോത്സവം എന്ന് പറയുന്നത്. ഗോത്രവർഗക്കാരുടെ കായിക വിനോദങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എവിടെ വെച്ച് നടന്നു? ഒഡീഷയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒഡീഷയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ജൻജാതീയ ഖേൽ മഹോത്സവ് 2023 നടക്കുന്നത് ഒഡീഷയിൽ വെച്ചിട്ടാണ്. ഒഡീഷയിലെ സ്ഥലമാണ് ഭുവനേശ്വർ. ഭുവനേശ്വർ ഒഡീഷയുടെ തലസ്ഥാനമാണ് ഈ പറയുന്ന ഭുവനേശ്വർ. ക്ഷേത്ര നഗരം എന്നൊക്കെ അറിയപ്പെടും ഭുവനേശ്വർ. ഇനി അടുത്തത് ആരാണ് ജേതാക്കളായത്? ഒഡീഷ തന്നെ ജേതാക്കളായി. ഒരു കണക്കിന് നന്നായി അല്ലെ, പഠിക്കുന്നവർക്ക് ഉപകാരമാണ്. കപ്പടിച്ചതും ഒഡീഷയാണ്, നടന്നത് ഒഡീഷയിൽ വെച്ച്. കർണാടകയാണ് 2ാം സ്ഥാനത്തെത്തിയത്. കർണാടക 2ാം സ്ഥാനത്തെത്തി. അപ്പൊ ജേതാക്കളായത് ഒഡീഷ, റണ്ണറപ്പായത് കർണാടക. ഇതിന്റെ ഭാഗ്യചിഹ്നം അതുകൂടെ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒരു കടുവയാണ്. ഒരു കടുവയാണ് ഭാഗ്യചിഹ്നം. നമ്മുടെ ദേശീയ മൃഗമാണ് അല്ലേ കടുവ എന്ന് പറയുന്നത്. കടുവയുടെ പേരാണ് ഭീമ എന്ന കടുവ. ഭീമ എന്ന കടുവ. അപ്പൊ ജൻജാതീയ ഖേൽ മഹോത്സവ് 2023 ഭാഗ്യചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? വീര എന്ന ചീറ്റപ്പുലി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ തരാം. വീര എന്ന് പറയുന്ന ചീറ്റപ്പുലിയൊക്കെ വേറെ സ്ഥലത്ത് നമ്മൾ വരും. ഇത് ഭീമ എന്ന കടുവ. ഭീമ എന്ന കടുവയാണ്. അപ്പോ 2023 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ പാർട്ടാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.